കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയകളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് നാമപദങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങളെക്കുറിച്ചാണ്. ഏതാനും ഉദാഹരണങ്ങളിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് ഏതൊക്കെയാണ് ഇസ്മുകളിൽ കാണപ്പെടുന്ന സ്ത്രീലിംഗ ചിഹ്നങ്ങളെന്ന് പരിചയപ്പെടാം. ജാഅത്ത് ഫാത്തിമത്തു, ഫാത്തിമ വന്നു. ഈ വാചകത്തിലെ ഫാത്തിമത്തു എന്ന പദമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ ഉദാഹരണം, തഷ്തരി സൽമ ഫാക്കിഹത്തൻ, സൽമ പഴം വാങ്ങുന്നു. ഈ വാചകത്തിൽ സൽമ എന്ന പദമാണ് സ്ത്രീലിംഗ നാമപദമായി വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ഉദാഹരണം, ഷക്കറത്ത് ഹസ്ന ഉ ഉമ്മഹ, ഹസ്ന അവളുടെ ഉമ്മയോട് നന്ദി പറഞ്ഞു. ഈ വാചകത്തിൽ ഹസ്ന ഉ എന്ന പദമാണ് സ്ത്രീലിംഗ നാമപദമായി വന്നിട്ടുള്ളത്. നാലാമത്തെ ഉദാഹരണം, ജാഅത്ത് സൈനബു. ഈ വാചകത്തിൽ സൈനബു എന്ന പദമാണ് സ്ത്രീലിംഗ നാമപദമായി വന്നിട്ടുള്ളത്. ജാഅത്ത് ഫാത്തിമത്തു, ആദ്യത്തെ ഉദാഹരണമായ ഈ വാചകത്തിൽ ഫാത്തിമത്തു എന്ന പദമാണല്ലോ സ്ത്രീലിംഗ നാമപദമായി വന്നിട്ടുള്ളത്. ഫാത്തിമത്തു എന്ന പദത്തിൽ അവസാനത്തിൽ കാണുന്ന താവുൻ മുതഹരിക്കത്താണ് സ്ത്രീലിംഗ ചിഹ്നമായി വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഉദാഹരണം, തഷ്തരി സൽമ ഫാക്കിഹത്തൻ. ഈ വാചകത്തിലെ സൽമ എന്ന പദം, സൽമ എന്ന പദത്തിലെ അവസാനത്തിൽ കാണുന്ന അലിഫ്, അതിൻ്റെ പേര് അലിഫുൻ മക്സൂറ എന്നാണ്. അലിഫുൻ മക്സൂറ സ്ത്രീലിംഗ ചിഹ്നമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. മൂന്നാമത്തെ ഉദാഹരണമായ ഷക്കറത്ത് ഹസ്നാഉ ഉമ്മഹ. ഈ വാചകത്തിലെ ഹസ്നാഉ എന്ന പദം ശ്രദ്ധിച്ചു നോക്കൂ. ആ പദത്തിൻ്റെ അവസാനത്തിൽ കാണുന്ന അലിഫും ഹംസയുമാണ് സ്ത്രീലിംഗത്തിൻ്റെ ചിഹ്നമായി വന്നിട്ടുള്ളത്. ചുരുക്കത്തിൽ നാമപദത്തിൽ കാണുന്ന സ്ത്രീലിംഗ ചിഹ്നങ്ങളാണ് താവുൻ മുതഹരിക്കത്തും അലിഫും മക്സൂറയും, ഒരു പദത്തിൻ്റെ അവസാനത്തിൽ കാണുന്ന അലിഫും ഹംസയും. എന്നാൽ ഈ മൂന്ന് ചിഹ്നങ്ങൾ ഒന്നുമില്ലാതെയും ഇസ്മു മുഅന്നസ് അഥവാ സ്ത്രീലിംഗ നാമപദങ്ങൾ വരാം. അതിന് ഉദാഹരണമാണ് നാലാമതായി നാം മനസ്സിലാക്കിയ വാചകം, ജാഅത്ത് സൈനബു. ഈ വാചകത്തിൽ സൈനബു എന്ന പദം, ഇവിടെ നാം ഈ പദത്തിൻ്റെ അവസാനത്തിൽ താവുൻ മുതഹരിക്കത്തോ അലിഫുൻ മക്സൂറയോ അലിഫുൻ ഹംസയുമോ കാണുന്നില്ല. എന്നിട്ടും സൈനബു എന്ന പദം മുഅന്നസാണ്. ആയതിനാൽ പറയപ്പെട്ട മൂന്ന് ചിഹ്നങ്ങളൊന്നുമില്ലാതെയും ഇസ്മു മുഅന്നസ് അഥവാ സ്ത്രീലിംഗ നാമപദം വരാവുന്നതാണ്.